ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്കാരത്തിലെ ഏറ്റവും ശക്തമായ ഘടകങ്ങളിലൊന്നായ ഹിന്ദു ചിഹ്നങ്ങളെക്കുറിച്ചാണ്. നാം ദിവസേന കാണുന്ന ചിഹ്നങ്ങൾ, അതായത് ഓം, സ്വസ്തിക, തൃശൂലം, താമര, ശംഖം എന്നിവ വെറും ചിത്രങ്ങളല്ല. അവ മനുഷ്യന്റെ മനസ്സ്, ചിന്ത, പെരുമാറ്റം, ആത്മവിശ്വാസം എന്നിവയെ വരെ സ്വാധീനിക്കുന്ന ശക്തമായ പ്രതീകങ്ങൾ തന്നെയാണ്. അത് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഓം എന്ന ചിഹ്നം എന്താണ് എന്ന് നോക്കാം. ഹിന്ദു ധർമ്മത്തിലെ ഏറ്റവും ശക്തമായ ശബ്ദചിഹ്നമാണ് ഓം. ഓം എന്നത് ആ, ഉ, മ എന്ന 3 അക്ഷരങ്ങളുടെ സംയോജനമാണ്. അതിൻ്റെ അർത്ഥം ആ എന്നാൽ സൃഷ്ടി എന്നും, ഉ എന്നാൽ നിലനിർത്തൽ എന്നും, മ എന്നാൽ ലയനം എന്നിവയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ പ്രതീകമാണ്. ഇത് മനുഷ്യനിലുള്ള സ്വാധീനം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഓം ജപം ചെയ്യുമ്പോൾ മസ്തിഷ്ക തരംഗങ്ങൾ ശാന്തമാവുകയാണ്, ഭയം കുറയുകയാണ്, മനസ്സ് സ്ഥിരത നേടുകയാണ്. അതുകൊണ്ടാണ് യോഗയിലും ധ്യാനത്തിലും ആദ്യം ഓം ഉച്ചരിക്കുന്നത്. രണ്ടാമതായി സ്വസ്തികയാണ്. ഇന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു ചിഹ്നം തന്നെയാണ് സ്വസ്തിക. പക്ഷേ ഭാരതീയ സംസ്കാരത്തിൽ ഇത് മംഗളത്തിന്റെ ചിഹ്നമാണ്. സ്വസ്തിക എന്ന വാക്കിന്റെ അർത്ഥം നന്മ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. 4 ഭുജങ്ങൾ സൂചിപ്പിക്കുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ്. ഇത് മനുഷ്യനിലുള്ള സ്വാധീനം എങ്ങനെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, സ്വസ്തിക കാണുമ്പോൾ മനസ്സിൽ സുരക്ഷയും പ്രതീക്ഷയും തോന്നും. വീടുകളിൽ ഇത് വരയ്ക്കുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അടുത്തത് തൃശൂലമാണ്. ശിവന്റെ ആയുധമായ തൃശൂലം 3 മൂർച്ചകളുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് സത്വം, രജസ്, തമസ് അഥവാ കഴിഞ്ഞത്, ഇപ്പോൾ വരുന്നത്. ഇത് മനുഷ്യനിലുള്ള സ്വാധീനം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, തൃശൂലം നമ്മെ പഠിപ്പിക്കുന്നത് ദുഷ്ടതയെ നശിപ്പിക്കുകയും ആത്മനിയന്ത്രണം പുലർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആത്മവിശ്വാസത്തിന്റെ പ്രതീകം തന്നെയാണ്. ഞാൻ തെറ്റിനെ നേരിടാൻ ശക്തനാണ് എന്നുള്ള ബോധം നൽകുകയാണ്. 4മതായി താമരയാണ്, അല്ലെങ്കിൽ പത്മം. താമര ചെളിയിൽ വളരുകയാണ്, പക്ഷെ അതിന്റെ ഇലയും പുഷ്പവും മലിനമാകാറില്ല. അതിന്റെ അർത്ഥം ലോകത്തിൽ ജീവിച്ചാലും അശുദ്ധിയാൽ ബാധിക്കപ്പെടാതിരിക്കുക. ഇത് മനുഷ്യനിലുള്ള സ്വാധീനം എങ്ങനെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, താമര നമ്മെ പഠിപ്പിക്കുന്നത് സങ്കടങ്ങളിലും പ്രശ്നങ്ങളിലും ജീവിച്ചാലും നമ്മുടെ മനസ്സ് ശുദ്ധമായി നിലനിർത്തണം. ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും താമരയിലാണ് ഇരിക്കുന്നത്. ധനവും ജ്ഞാനവും ചേർന്നാൽ ശുദ്ധ മനസ്സ് ഉണ്ടാകും എന്നുള്ള സന്ദേശമാണ് അത് നൽകുന്നത്. 5മതായി ശംഖമാണ്. വിഷ്ണുവിന്റെ കയ്യിലെ ശംഖം. പ്രപഞ്ചത്തിന്റെ ആദിശബ്ദത്തിന്റെ പ്രതീകമാണ് ശംഖ്. ശംഖം മുഴങ്ങുമ്പോൾ നെഗറ്റീവ് എനർജി മാറുകയാണ്, അന്തരീക്ഷം ശുദ്ധമാവുകയാണ്. ഇത് മനുഷ്യനിലുള്ള സ്വാധീനം എങ്ങനെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ശംഖനാദം കേൾക്കുമ്പോൾ മനസ്സ് ഉണരുന്നു, ആലസ്യം മാറുന്നു, ശ്രദ്ധ കൂടുന്നു. അതിനാലാണ് പൂജാവേളയിൽ ശംഖം മുഴക്കുന്നത്. 7മതായി ചക്രം അഥവാ സുദർശന ചക്രമാണ്. വിഷ്ണുവിന്റെ ആയുധമാണ് ചക്രം. അതിനർത്ഥം കാലം ഒരിക്കലും നിലനിൽക്കില്ല, കർമ്മബലം ഒഴിവാകില്ല എന്നുള്ളതാണ്. ഇത് മനുഷ്യനിലുള്ള സ്വാധീനം എങ്ങനെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ചക്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക് ബലമുണ്ടാകും, അതിനാൽ നല്ലത് ചെയ്യുക, നീതി പാലിക്കുക. തിലകം, വിഭൂതി, ചന്ദനം എന്നിവ നെറ്റിയിൽ ഇടുന്ന ചിഹ്നങ്ങൾ വെറും അലങ്കാരമല്ല. തിലകം എന്നാൽ അജ്ഞാചക്രം ഉണർത്തൽ, വിഭൂതി എന്നാൽ എല്ലാം നശ്വരം എന്ന ഓർമ്മ, ചന്ദനം എന്നാൽ ശാന്തത എന്നതാണ്. ഇത് മനുഷ്യനിലുള്ള സ്വാധീനം എങ്ങനെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഇവ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട്, അഹങ്കാരം കുറയ്ക്കുന്നുണ്ട്, ആത്മബോധം വർദ്ധിപ്പിക്കുകയാണ്. ഗണപതിയുടെ രൂപം തന്നെ ഒരു ചിഹ്നമാണ്. വലിയ ചെവി എന്നാൽ കൂടുതൽ കേൾക്കുക, ചെറിയ കണ്ണ് എന്നാൽ സൂക്ഷ്മതയാണ്, വളഞ്ഞ തുമ്പി എന്നാൽ ബുദ്ധിയാണ്, ഒറ്റദന്തം എന്നാൽ ത്യാഗം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മനുഷ്യനിലുള്ള സ്വാധീനം എങ്ങനെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഗണപതി നമ്മെ പഠിപ്പിക്കുന്നത് കേൾക്കുക, ചിന്തിക്കുക, അഹങ്കാരം ഉപേക്ഷിക്കുക, തടസ്സങ്ങളെ മറികടക്കുക എന്നുള്ളതാണ്. ഈ ചിഹ്നങ്ങൾ മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നോക്കാം. ചിഹ്നങ്ങൾ നമ്മുടെ ഉപചേതന മനസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതും ജപിക്കുന്നതും നമ്മളായി തീരുകയാണ്. ഓം എന്നാൽ ശാന്തതയാണ്, സ്വസ്തിക എന്നാൽ പ്രതീക്ഷയാണ്, തൃശൂലം എന്നാൽ ധൈര്യമാണ്, താമര എന്നാൽ ശുദ്ധിയാണ്, ശംഖം എന്നാൽ ഉണർവാണ്.
ഇവയെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആവുകയാണ്, അത് ജീവിതത്തിൽ പ്രതിഫലിക്കുകയാണ്. ഹിന്ദു ചിഹ്നങ്ങൾ വെറും ഒരു മതചിഹ്നങ്ങളല്ല, അവ മനുഷ്യനെ നല്ലവനാക്കാനുള്ള മനോശാസ്ത്ര ഉപകരണങ്ങളാണ്. നാം ഇവയെ ഭയത്തോടെ അല്ല ബോധത്തോടെ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറും. ചിഹ്നങ്ങളെ ആരാധിക്കുക മാത്രമല്ല, അവ പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയാണ് യഥാർത്ഥ ഭക്തി. ധർമ്മം പാലിക്കുക, മനസ്സ് ശുദ്ധമാക്കുക, ജീവിതം ഉയർത്തുക.